അവളുടെ മാത്രം അവൻ. രചന ആബിന പൊന്നു. എടി ഇങ്ങോട്ട് നോക്ക്. ആ. അവള് ഫോൺ സ്ക്രീനിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇരുട്ടിൽ അവൻ്റെ മുഖത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുള്ളൂ. അയ്യ പെണ്ണ്, നീ കരയാ. ഏതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അവളുടെ കണ്ണുനീരവൻ തുടച്ചു മാറ്റി. എങ്കിലും എവിടേക്ക് അവളുടെ കവിളിൽ അവ മായാതെ നിന്നു. അവൻ്റെ കുസൃതി നിറഞ്ഞ നോട്ടം കണ്ടപ്പോൾ അവളുടെ മുഖത്തൊരു മന്ദസ്മിതം അവനായി പൂവിട്ടു. എന്താ പെണ്ണെ, ഇപ്പൊ ഇതിനെ കരഞ്ഞ്? അത് അവൾ പറയാൻ മടിച്ചു നിന്നു. അതെന്തിനാന്നാ ഞാൻ ചോദിച്ചത്? ഹെഡ്സെറ്റിൻ്റെ വയറ് നേരാക്കി അവൻ അവളോട് ചോദിച്ചു. അത് നേരത്തെ കണ്ണടച്ച് ഞാൻ ഏട്ടന് ഉമ്മ വന്നപ്പോൾ ഏട്ടൻ അരികിലുള്ള പോലെ തോന്നി. കണ്ണു തുറന്നപ്പോൾ ഏട്ടൻ അരികിലില്ല. അവൻ്റെ നെഞ്ച് പൊട്ടുന്ന പോലെ തോന്നി. തൊണ്ട വരണ്ടു പോയി. വാക്കുകൾ വിതുമ്പി. അവളൊരുവിധം പറഞ്ഞൊപ്പിച്ചു. ഒപ്പം മുഖം കൈകളിൽ പൊത്തി നിന്നു. അവന് നെഞ്ചും പിടഞ്ഞു. അവൻ്റെ മുഖവും വാടി. അവൻ പെട്ടെന്നൊരു ദീർഘനിശ്വാസം എടുത്തു. എടി പെണ്ണെ, ഇനി 2 മാസം. അത് കഴിഞ്ഞ പിന്നെ ഞാൻ നിന്റെ കൺമുമ്പിൽ ഉണ്ടാവില്ലേ? അവൾ മുഖം കൈകളിൽ നിന്ന് വേർപ്പെടുത്തി അവനെ നോക്കി. ഒന്ന് പുഞ്ചിരിക്കാൻ നോക്കി. പക്ഷേ അവളിലെ പരിഭവവും സങ്കടവും അവൻ അവളിൽ നിന്ന് വായിച്ചെടുത്തു. അവന് അവളെ കാണാൻ കൊതിയായി തുടങ്ങിയിരുന്നു. അവൻ്റെ ഹൃദയം അവളുടെ നോട്ടം കൊണ്ട് പൊട്ടിത്തകരുന്നതായി അവന് തോന്നി. നെറ്റിയിലെന്താ? അവൾ അവനോട് ആംഗ്യഭാഷയിൽ ചോദിച്ചു. ഇരുട്ടിൽ അവൻ്റെ മുഖത്ത് മാത്രം തിങ്ങിയുന്ന പ്രകാശത്തിലും അവൻ്റെ നെറ്റിയിൽ പൊടിയുന്ന വിയർപ്പ് അവളിൽ വേദനയായി. ഇതോ? അവൻ നെറ്റിയിൽ വിയർപ്പ് ഉടച്ചു. ഇവിടെ കൊടുക്കുന്നത് ചൂടാ പെണ്ണെ, പുറത്തിറങ്ങിയ വിയർത്തൊലിക്കും. അവൾ വിഷമത്തോടെ അവനെ നോക്കി. എടി പിന്നെന്താ? എന്ത് പറയാനെന്ന ഭാഗത്തിൽ അവളവനെ നോക്കി. അവനൊരു പുഞ്ചിരി മറുപടിയായി കൊടുത്തു. എടി മറ്റേതിൻ്റെ ചാൻസ് പോയി കേട്ടോ. ഏത്? അവൾ കൈകൊണ്ട് ആംഗ്യം കാട്ടി പുരിക ഉയർത്തി. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യ മൂവിയിലെ നിന്റെ ചാൻസിൻ്റെ കാര്യം. അവൻ്റെ സംസാരം അവളിൽ ചിരിപൊട്ടി. പഴയ പോലെയല്ല, നിന്റെ ആംഗ്യത്ര പോരാ. എനിക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്ന. അയ്യടാ പാവം, ഞാൻ കയ്യും കാലിട്ട് സംസാരിക്കുന്ന എത്ര കഷ്ടപ്പെട്ടാ. അവൾ ചുണ്ടോട് ഹെഡ്സെറ്റ് അടുപ്പിച്ച് ഹെഡ്സെറ്റിൽ പതിയെ പറഞ്ഞു. അവൾ പറയുന്ന ചെവി കൂർപ്പിച്ച് കേട്ടു. അത്രയും പതുക്കെയാണ് അവൾ സംസാരിക്കുന്നത്. എടി നിനക്ക് കുറച്ച് ശബ്ദം കൂടി സംസാരിച്ചുകൂടെ? അവിടെ എല്ലാവരും ഉറങ്ങിയില്ലേ? സമയം കുറേ ആയില്ലേ? ഉറങ്ങിക്കാണും, എന്നാലും റൂമിൽ ലേറ്റ് ശ്രദ്ധിക്കില്ലേ? അത് പേടിച്ചിട്ടാ. അവൾ വീണ്ടും പതിയെ പറഞ്ഞു. നിന്റെ ഒരു പേടി, നിന്നെന്തായാലും ഒരു ഡേ പിടിക്കും, അതുറപ്പാ. അവൾ ശരിയാണെന്ന ഭാഗത്തിൽ തലയാട്ടി. അതെ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നീ എൻ്റെ വീട്ടിലേക്കൊന്നും പോകല്ലേ? അമ്മ നിന്നെ അങ്ങനെയൊന്നും കയറ്റില്ല. അവളുടെ മുഖം വാടിയ പൂ പോലെയായി. പിണങ്ങിയോ? ഇല്ല. അവൾ തലയാട്ടി കാണിച്ചു. ഞാൻ വരുന്നവരെങ്ങനെയെങ്കിലും പിടിച്ചെന്നേ പറ്റുള്ളൂ നീ. അവൾ അവളുടെ കവിളിൽ ചൂണ്ടുവിരൽ കുത്തി കാണിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ച് ഹെഡ്സെറ്റിൻ്റെ വയർ ചുണ്ടോട് മുട്ടിച്ചു. അവൾ കണ്ണടച്ചത് സ്വീകരിച്ചു. അവളുടെ വിരലുകൾ നെറ്റിയിലും കവിളിലും മൂക്കിലും ചുണ്ടിലും താടിയിലും അവൻ്റെ ചുംബനങ്ങൾക്ക് നിർദ്ദേശം നൽകി. അവൻ അവൾക്കായി ചുംബന പൂകൾ ഇറുത്തുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ പുറകിൽ കൂടി ആരോ വരുന്നുണ്ട്. അവൾ കണ്ണുകൊണ്ട് ആംഗ്യമിട്ടു. അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവൻ്റെ അടുത്തേക്ക് അവൻ അന്വേഷിച്ചു വന്ന സുഹൃത്തിന് അവന് കൈ കൊടുത്തു. അവിടുന്ന് എഴുന്നേറ്റു. ഈ ചൂടത്ത് ഗ്രൗണ്ടിൽ വന്ന് ഇരിക്കുന്നത് എത്ര പറഞ്ഞാലും കേൾക്കില്ല. വന്ന് കിടക്കാൻ നോക്ക്. ഞാൻ വരാം, നിങ്ങൾ കിടന്നോ, ഒരു 5 മിനിറ്റ് കൂടി. മതി മോളെ, ആ ചെക്ക ഉറങ്ങിക്കോട്ടെ, നാളെ രാവിലെ പോവാനുള്ളതാ. അതും പറഞ്ഞ സുഹൃത്ത് പോയി. അവൻ അവിടെ വീണ്ടും ഇരുന്ന് അവളെ നോക്കി. അവരുടെ കണ്ണുകൾ പരസ്പരം അറിയാതെ വെമ്പി. അവൻ്റെ കണ്ണുകൾ അവളുടെ കരിമഷി പറന്ന കണ്ണിൽ അക്ഷരങ്ങളായി, കവിതയായി. അവൾ പെട്ടെന്ന് കണ്ണുകൾ തമ്മിൽ കൂട്ടി അടച്ചു തുറന്നു. നാളെ പോകണ്ടേ? പിന്നെ പോവാതെ. 5 മണിക്ക് എണീക്കണം. ഇപ്പോൾ 12 അവിടെ സമയം കുറേ ആയില്ലേ? ആ 1:30. എന്നാൽ ഏട്ടൻ കിടന്നോ? നാളെ പോകണ്ടല്ലേ? നാളെ വൈകിട്ട് വിളിച്ചാൽ മതി. എപ്പം വിളിച്ചാലും ഊമപ്പെണ്ണല്ലേ നീ? നിന്റെ ശബ്ദം നേരെ കേട്ടിട്ട് എത്ര കാലമായി എന്നറിയോ? അവളിൽ മാത്രമല്ല അവനിലും പരിഭവങ്ങളും വിഷമങ്ങളും ഉണ്ടെന്ന് ഓർത്ത് അവളുടെ മുഖം വാടി. ഇതാ നിന്നോടൊന്നും പറയാത്തത്. എന്ത് പറഞ്ഞാലും തൊട്ടാവാടിയായിട്ടുണ്ട് നീ. നിന്നെ ഞാൻ കാണുമ്പോൾ ഇതിലും വലിയ കാന്താരി ഇല്ലാന്നാ കരുതിയത്. ഇതിപ്പം ഫുള്ള് ശോക പെണ്ണ്. നിനക്കറിയാലോ, എൻ്റെ പെണ്ണെന്ന് പറയാനോട് കട്ടക്ക് നിൽക്കണം. അവൾ പുഞ്ചിരിച്ച് തലയാട്ടി. നിനക്ക് നാളെയല്ലേ ക്ലാസ് തുടങ്ങുന്നത്? ഓൺലൈൻ ക്ലാസ് പൊളിയാ, കണ്ടറിയാം. അവൾ ആക്ഷൻ തുടങ്ങി. അവന് ചിരി വന്നു. മതി, എന്നാൽ കിടക്കാൻ നോക്ക് വേണേ. അവൾ മനസ്സിലാ മനസ്സോടെ സമ്മതം എന്ന ഭാവത്തിൽ തലയാട്ടി. അവൾ ബെഡിൽ കിടന്ന ഫോൺ സൈഡിൽ വെച്ച് അവനെ നോക്കി കിടന്നു. അവൻ അവൾക്കായി 1000 ഉമ്മകൾ നൽകി. ഉറങ്ങിക്കോ, കണ്ണടക്കുക, എന്നെ മാത്രം ഓർത്തു, ഞാൻ അടുത്തുണ്ട്. അവളോട് സംസാരിച്ചുകൊണ്ട് അവൻ റൂമിലേക്ക് നടന്നു. അവൾ കണ്ണടച്ചു. ശേഷം ഒളി കണ്ണിട്ട് അവനെ നോക്കി. എന്താടി ഉണ്ടക്കണ്ണി? ഐ ലവ് യു മാൻ. ലവ് യു ടു മാ പെണ്ണേ. അവൻ അവളുടെ കവിളിൽ തലോടി പറഞ്ഞു. അവൾ കണ്ണടച്ച് കിടന്നു.
അവൻ റൂമിലെത്തി ഫോൺ അവൻ്റെ അടുത്തായി വെച്ചു. അവൾ ഉറങ്ങുന്നത് നോക്കി കിടന്നു. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ഉന്മ തന്നുന്മയാം കണ്ണുനീരുന്മ തന്നുന്മയാം കണ്ണുനീരനുരാഗത്തെ നിന്നു ചൊല്ലി ഞാനൂട്ടാം. തേനെന്നു ചൊല്ലി ഞാനൂട്ടാം. അവൻ അവൾക്കായി പതിയെ പാടി. പാതി ഉറക്കത്തിലേക്ക് മയങ്ങി വീണ അവൾ ഉറക്കത്തിൽ അവനോട് പുഞ്ചിരിച്ചു. അവളുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ നോക്കി കിടന്നു. പെണ്ണെ, നീയില്ലാതെ എനിക്കും പറ്റില്ല. കുറച്ചു കാലം ഇങ്ങനെ നിന്നാലേ ഇനിയുള്ള കാലം പൊന്നുപോലെ എനിക്ക് നോയിക്കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. അവളുടെ മുഖത്ത് അവൻ തലോടി. ലോ ബാറ്ററി നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അവൻ സങ്കടത്തോടെ അവളുടെ മുഖത്ത് ഒന്നുകൂടി വിരലോടിച്ച് ഫോൺ ഓഫ് ചെയ്ത് കിടന്നു. ഗുഡ് മോർണിംഗ്. രാവിലെ അവൻ അവൾ മെസ്സേജ് അയച്ചു. മോർണിംഗ്. അവൻ ഓൺലൈനിൽ വന്ന് റീപ്ലൈ കൊടുത്തു. അവളെ നോക്കി നീലട്ടിക്കുകൾ വെയിറ്റ് ചെയ്തു. കണ്ടില്ല. അവൻ അവളെ വിളിച്ചു. അവൾ അടുക്കളയിൽ നിന്ന് ഓടി വന്ന് ഫോൺ കട്ട് ചെയ്തു. ഞാൻ പണിയിലായിരുന്നു. എന്നാ വേമ, ഞാൻ പോവാൻ നിൽക്കുക. ഓക്കെ, വേഗം വരും. അവൾ മെസ്സേജ് അയച്ച് വീട്ടിൽ പണി കഴിച്ച് വേഗം വന്ന് റൂമിൽ കയറി അവനെ വിളിച്ചു. അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് കാറിൻ്റെ സൈഡിൽ വെച്ചു. അവളെ നോക്കി ഹായ് പറഞ്ഞു. അവളും മടിയിൽ ഒരു കൂട്ടം ഫയൽ വെച്ച് അതിൽ എന്തൊക്കെയോ എഴുതുന്നതിനിടയിൽ അവൻ അവളെ നോക്കി. മതി പെണ്ണെ, പോയി കഴിക്ക്. ഞാൻ വൈകിട്ട് ഫ്രണ്ടിൻ്റെ റൂമിൽ ചെന്ന് വിളിക്കാൻ മറന്നാൽ അറിയാലോ. അറിയാമേ. പെണ്ണ് കലിപ്പ്. ശരി, അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോവാ. വൈകിട്ട് അവൻ വിളിച്ചു. അവൾ അവൻ്റെ മുഖത്ത് നോക്കി ആംഗ്യം തുടങ്ങി. കഴിച്ചോ? അവളുടെ ആംഗ്യം കണ്ട് അവൻ കളിയാക്കി അതുപോലെ തന്നെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അതിന് മുഖം വീർപ്പിച്ചു. അവൻ അവൻ്റെ വലത്തേക്ക് അവൾ വീർപ്പിച്ച് അതിൽ കൈകൊണ്ട് കുത്തി. അവൾ അനുകരിച്ചു ഇടത്തേക്ക് അവളിൽ. നീ കഴിച്ചില്ലേ? അവൾ തലയാട്ടി അതേന്ന് പറഞ്ഞു. അവരുടെ ലോകത്ത് അവരാംഗ്യം കാട്ടി. അവൾ അവനോട് വാതോരാ സംസാരിച്ചു. അവളുടെ കാട്ടിക്കൂട്ടിൽ കണ്ട് അവൻ ഇടയ്ക്ക് ചിരിച്ചു മറിഞ്ഞ് വീണു. ഇടയ്ക്ക് അവൻ കോട്ടുവായിട്ടു. ഉറക്കം വരുന്നുണ്ടല്ലേ? ചെറുതായിട്ട്. കുഴപ്പമില്ല, നീ പറവണ്ടേ. ഉറയിക്കോ. ശരിക്കും ഉറങ്ങട്ടെ? ആ ഏട്ടാ, ഉറയിക്കോ. ഇടയിന്ന് സൺഡേ അല്ലേ? നൈറ്റ് ഞാൻ വരാൻ വൈകും. നിനക്കറിയില്ലേ, ഓഫീസിൽ പോകണം, കണക്ക് കൊടുക്കണം. നീ നേരത്തെ ഇടണം, ഞാൻ വന്നിട്ട് വിളിക്കാം. വേഗം വരണേ. ആ പെണ്ണെ, വരാം. അവൻ കുറേ ഉമ്മ നൽകി അവനോട് ഉറങ്ങാൻ ആംഗ്യം കാണിച്ചു. അവൻ ഫോൺ അവിടെ ചാരി വെച്ച് കിടന്നു. കണ്ണടച്ച് കിടന്ന് ഇടയ്ക്കിടയ്ക്ക് ഓളി കണ്ണിട്ട് അവളെ നോക്കി. അവൾ അവനെ നോക്കി പേടിപ്പിച്ചു. പൊടി പന്നി. അവൾ ചിരിച്ചു. അവൻ കണ്ണടച്ച് കിടന്നു. അവനെ നോക്കിക്കൊണ്ട് അവൾ ഇരുന്നു. അവൻ്റെ മുഖത്ത് തലോടി. അവനെ നോക്കി അവൾ പാടി.